ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ പുതിയ വ്ളോഗ്. ഇന്ന് വളരെ സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ. സങ്കടാന്ന് പറഞ്ഞിട്ട് എന്താ എൻ്റെ മുഖത്ത് ഇത്ര പുഞ്ചിരി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. കാരണം സങ്കടം എനിക്കല്ല, എൻ്റെ കണവനാണ്. ഇനി ഞാൻ സങ്കടത്തിന്റെ റീസൺ പറയാം. ദാ ഇതാണ് റീസൺ. ഇതെന്റെ ഹസ്ബൻഡിന്റെ ടൂ വീലർ ആണ് കേട്ടോ. കെമി എന്നാണ് ഞാൻ വിളിക്കാറ്. ശരിക്കും പറഞ്ഞാല് ഇത് വെറും ഒരു ടൂ വീലർ അല്ല, ഇതെന്റെ ഹസ്ബൻഡിന്റെ ജീവനാണ് ഗൈസ്. ഈ വണ്ടിപ്രാന്തുള്ളവർക്കൊക്കെ ഞാൻ ഈ പറയുന്നത് കുറച്ച് കലങ്ങും, അല്ലാത്തവർക്ക് തികഞ്ഞ പുച്ഛമായിരിക്കും കേട്ടോ. ഞാൻ സങ്കടത്തിന്റെ റീസൺ പറയാൻ വന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴിമാറിപ്പോയി. അപ്പൊ ഗൈസ്, റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തവണ ഏട്ടൻ ഡൽഹിയിൽ നിന്ന് ലീവിന് വന്നപ്പോ കേമിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ വന്നത്. നേരത്തെ പറഞ്ഞ ഇത്ര ദൂരം ടൂ വീലറിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് വരുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപാണ് എന്നോട് പറയുന്നത്. പിന്നീട് നോ പറഞ്ഞ നമ്മളെ ആസ്ഥാന വഴിമുടക്കുകളാക്കുന്നത് കൊണ്ടും ഒരു വഴിക്കിറങ്ങാൻ നിൽക്കുമ്പോൾ നെഗറ്റീവ് അടുപ്പിച്ച് തളർത്തുന്നു എന്ന അപരാധം കേൾക്കാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ സംയമനം പാലിച്ചു. പിന്നീട് നീണ്ട 5-6 ദിവസങ്ങൾ വീട്ടിലിരിക്കുന്നവരുടെ ടെൻഷൻ പറഞ്ഞ അല്ലെങ്കിൽ വേണ്ട, അത് പറയാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെ നീണ്ട 5-6 ദിവസങ്ങൾക്ക് ശേഷം ഏട്ടൻ കേമിയും കൊണ്ട് വീട്ടിൽ വന്ന് കയറി. സർപ്രൈസ് ആയിട്ട് ബൈക്കും കൊണ്ട് അച്ഛൻ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടപ്പോ മാമിക്കുട്ടി ഹാപ്പി. പിന്നീട് അങ്ങോട്ട് അച്ഛനും മോളും കൂടെ കേമിയും കൊണ്ട് കറക്കം തന്നെ കറക്കം. വാലി പിടിച്ച് പുറകെ പോവാൻ ഞാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ അവധിക്കാലം പെട്ടെന്ന് കടന്നുപോയി. ലീവ് കഴിഞ്ഞ് ഏട്ടന് തിരിച്ചു പോകാനുമായി. തിരിച്ചെന്തായാലും ബൈക്കിൽ പോകാൻ വീട്ടിൽ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് എപ്പോഴത്തെയും പോലെ കേമിയെ നമ്മൾ ഡൽഹിയിലേക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പോവാണ്. സേഫ് എക്സ്പ്രസ് വഴിയാണ് കേട്ടോ നമ്മൾ ഇത്തവണ കേമിയെ പാക്ക് ചെയ്ത് അയക്കാൻ പോകുന്നത്. അപ്പൊ കേമിയെ പറഞ്ഞു വിടുന്നതിന്റെ സങ്കടമാണ് ഗൈസ് എന്റെ കണവന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓക്കെ ഗേസ്, നമ്മളിതാ ഇറങ്ങുകയാണ്. ഇനിയും വയലിൻ വായിച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ എനിക്ക് തെറി കിട്ടും. ഏട്ടൻ കേമിയെ കൊണ്ട് ആദ്യം പോകും, പിന്നാലെ ഞാൻ സ്കൂട്ടറിൽ ചെല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേമിയെ സേഫ് എക്സ്പ്രസിൽ സേഫ് ആയിട്ട് ഏൽപ്പിച്ചിട്ട് നമുക്ക് തിരിച്ച് സ്കൂട്ടറിൽ വരാം എന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ സേഫ് എക്സ്പ്രസിന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. 15 മിനിറ്റിൽ എല്ലാം സെറ്റാക്കി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഒരാൾ അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 1/2 മണിക്കൂറായിട്ടുണ്ട് ഞാനിവിടെ ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരാളെ പോസ്റ്റ് ആക്കാൻ പറ്റുമോ ഒരാൾക്ക്? അവിടെ പാക്ക് ചെയ്യാൻ നിൽക്കുന്ന ചേട്ടന്മാരെ പാക്ക് ചെയ്യാൻ പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. കേമി ഇങ്ങനെ പാക്ക് ചെയ്യണം, അങ്ങനെ പാക്ക് ചെയ്യണം, ഇങ്ങനെ വെക്കണം, അങ്ങനെ വെക്കണം, അങ്ങനെ ഒരു 100 നിർദ്ദേശങ്ങളെങ്കിലും ഇപ്പോൾ കൊടുത്തു കാണും. അത്ര കെയർ ചെയ്താണ് കേസ് ഈ വണ്ടിയൊക്കെ കൊണ്ട് നടക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഒരു പനി വന്നാൽ 2 ദിവസം വെയിറ്റ് ചെയ്യും, കുറഞ്ഞില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോവാന്ന് പറയും. പക്ഷെ കേമിയുടെ ദേഹത്ത് ഒരു പോറൽ പറ്റിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഏട്ടൻ സർവീസ് സെന്ററിൽ എത്തിയിട്ടുണ്ടാവും. ഇവിടെ പിന്നെ ഡിസ്കഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേസ്. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നിന്നിട്ട് കാലൊക്കെ പെരുക്കുന്നുണ്ട്. ഏതു നേരത്താണോ എന്തോ എനിക്ക് കൂടെ വരാൻ തോന്നിയത്. തിരിച്ച് ഊബറിൽ വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ വന്നിങ്ങനെ പണി കിട്ടില്ലായിരുന്നു. നിന്ന് പോസ്റ്റ് ആവാന്നൊക്കെ കേട്ടിട്ടുള്ളൂ. നല്ല അപാര പോസ്റ്റ് ആയിപ്പോയി. അങ്ങനെ ഒരുവിധം വണ്ടി സേഫ് എക്സ്പ്രസ്സിൽ ഏൽപ്പിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നല്ല നട്ടുച്ച നേരമായിട്ടുണ്ട്. നല്ല കത്തുന്ന വെയിലും. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്തോ. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ കുറച്ച് ഇയറിങ്സിന്റെ കളക്ഷൻ കണ്ടു കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് നോക്കി നടക്കുന്ന ഒരു കമ്മൽ എനിക്ക് ഇവിടുന്ന് കിട്ടി. കുറേ നേരം പോസ്റ്റാക്കി എൻ്റെ പാരിതോഷികമാണെന്ന് തോന്നുന്നു എനിക്കൊരു കമ്മലൊക്കെ മേടിച്ചു തന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് സ്കൂട്ടി കൊണ്ടുവന്ന് അച്ഛൻ്റെ ഓഫീസിൽ കൊടുത്തിട്ട് നമ്മളിതാ ഊബർ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗേസ്. വിശന്നിട്ട് വയ്യ, വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന മാത്രമേ ഇപ്പൊ ഇതേ മനസ്സിലുള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. അതുവരെ ബൈ.